അങ്ങനെ എൻ്റെ പനിയും ജലദോഷമൊക്കെ മാറി ഞാനൊന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ പിന്നെ വീട്ടിലിരുന്നാൽ ശരിയാവില്ല, ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം കോർമംഗലയിൽ. അപ്പം നിങ്ങൾ ആലോചിക്കും ഈ പെണ്ണിന് എന്താ ഏത് നേരം കോർമംഗലയിലാണോ വരാൻ പറ്റുള്ളൂ? അത് വേറെ ഒന്നുമല്ല കേട്ടോ. കാരണം ബാംഗ്ലൂരിലെ ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ നല്ല മടിയാവും. കാരണം അമ്മാതിരി ട്രാഫിക്കാണ്. അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് പുറത്തിറങ്ങുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു 6 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് കോർമംഗലുള്ളത്. ഈ 6 കിലോമീറ്റർ നമ്മൾ എത്തിപ്പെടാനെടുക്കും ഒരു 20-25 മിനിറ്റെങ്കിലും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോർമംഗലയിലാണ്. പിന്നെ അത്യാവശ്യം നല്ല അടിപൊളി സ്പോട്ടിലൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ കോർമംഗലുള്ള എല്ലാവർക്കും അറിയാം നമ്മുടെ സ്മോക്കി ഡോക്കി, അതേപോലെ തന്നെ ലിറ്റിൽ കാലിക്കറ്റും. ഈ ഒരു സംഭവം ടേസ്റ്റ് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. പൊള്ളിപ്പോയി ഗായ്സ്. കാരണം അവരത് ഹീറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊരു സ്വീറ്റാണ്. ആ ഒരു ഫസ്റ്റ് ബൈറ്റ് ഞാനാണ് കഴിച്ചതും. ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇങ്ങനെ ഒരു പണി കിട്ടും എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളൊരു കട്ടനും കുടിച്ച് കൂടെ നല്ല പത്തിരിയും അതേപോലെ ബീഫ് സ്റ്റൂവും കഴിച്ച് വയറ് നല്ല ഉഷാറായി. എന്തായാലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊരു നാട്ടിൽ നിന്ന്. അവരൊന്ന് കാണാൻ വേണ്ടിയും കൂടെ വന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് അവരെയൊക്കെ കണ്ട് നല്ല ഉഷാറായിട്ട് എൻ്റെ പനി അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഇതേപോലത്തെ നല്ല ക്യൂട്ട് വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ. ബൈ.